ഒരേ രോഗവുമായി വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ, പക്ഷേ അവർക്ക് ഉപയോഗിക്കുന്ന പോയിൻറ്റ്സോ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഡിഫറെൻ്റ് ആവുന്നു. ഒരേ പോയിൻറ്റുകളല്ല കൊടുക്കാറുള്ളത്. എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്. കാരണം സാധാരണഗതിയിൽ മറ്റ് ചികിത്സകളിലൊക്കെ എക്സാമ്പിൾ ഒരു തലവേദനയ്ക്കായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മോഡേൺ മെഡിസിനിലാണെങ്കിൽ ഏകദേശം സെയിം കാറ്റഗറിയിൽ വരുന്ന മെഡിസിൻസ് ആണ് കൊടുക്കുക. അതല്ലെങ്കിൽ മറ്റ് സിസ്റ്റംസിലൊക്കെ ആണെങ്കിൽ പോലും ഏകദേശം തലവേദനയ്ക്കുള്ള മരുന്നുകൾ തന്നെയാണ് കൊടുക്കുക. പക്ഷേ അക്യുപങ്ക്ചറിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. എന്താണ് അതിന് കാരണം? അതിൻ്റെ കൃത്യമായ കാരണം തലവേദന എന്നുള്ള ഒരു രോഗത്തിനെ ആയിരിക്കില്ല അക്യുപങ്ക്ചറിൽ ചികിത്സിക്കുക. ഏതൊരു രോഗിയും അക്യുപങ്ക്ചർ ചികിത്സയ്ക്കായി വരുമ്പോൾ ആദ്യമായി അവരുടെ പൾസ് നോക്കുകയും അതിനുശേഷം എന്താണോ പൾസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ഏത് എലമെൻ്റ് ആണോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള പോയിൻ്റാണ് ചൂസ് ചെയ്യുക. സോ ഒരു തലവേദനയ്ക്ക് പല പല കാരണങ്ങളുണ്ടാവാം. ഓരോ ആളുകൾക്കും 10 ആളുകൾ തലവേദനയ്ക്കായി ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 10 പേരുടെയും രോഗത്തിനുള്ള റീസൺസ് ഡിഫറെൻ്റ് ആയിരിക്കാം, അവരുടെ ഹിസ്റ്ററി ഡിഫറെൻ്റ് ആയിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കാം. സോ ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് എന്താണോ ബേസിക്കലി അവരുടെ ബോഡിയിലെ ഇഷ്യൂ, അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റ് മാത്രമാണ് അക്യുപങ്ക്ചർ നമ്മൾ കൊടുക്കുക. സോ ഒരേ പോയിന്റോ ഓരോ ട്രീറ്റ്മെൻറ്റോ ആവില്ല, ഡിഫറെൻ്റ് ആയിരിക്കും.